സർക്കാർ അധികാരത്തിലെത്തിയതോടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി പി.സി. വിശ്വനാഥ്. 5 കർമ്മ പദ്ധതി നടപ്പാക്കും. വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഗണിക്കുമെന്ന് മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സർക്കാർ അധികാരത്തിലെത്തിയതോടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി പി.സി. വിശ്വനാഥ് പറഞ്ഞു. 5 കർമ്മ പദ്ധതി നടപ്പാക്കുന്നതിനൊപ്പം ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, അംഗനവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഗണിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലം കോൺഗ്രസ് ഭവനിൽ എത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജൂൺ 15 മുതൽ ആ ഗ്യാരണ്ടി നടപ്പിലാക്കും എന്ന് ആദ്യ ക്യാബിനറ്റിൽ തന്നെ അറിയിച്ചു. അത് നടപ്പിലാക്കുന്നതിന്റെ മാനദണ്ഡങ്ങളും നടപ്പിലാക്കുന്നതിന്റെ രീതികളുമൊക്കെ പരിശോധിക്കാനും പഠിക്കാനും ഗവൺമെന്റ് സംവിധാനമാണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തോട് ഇന്നലെ ചേർന്ന ക്യാബിനറ്റ് യോഗം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ വയോജനങ്ങൾക്കായിട്ടുള്ള പ്രത്യേക വകുപ്പ്, അത് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ മാധ്യമങ്ങൾ തിരുത്തണം. എൻ്റെ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അറിവിന് ചിലപ്പോൾ പരിമിതികളുണ്ടാകാം. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും വയോജനങ്ങൾക്കായിട്ടുള്ള ഒരു പ്രത്യേക വകുപ്പ് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനത്തായിരിക്കും എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി. കറക്ഷൻ ഉണ്ടെങ്കിൽ തിരുത്താം, വേണമെങ്കിൽ. അത് ഞാൻ എൻ്റെ അറിവിൽ നിന്ന് പറയുന്നു. ഈ കാര്യങ്ങൾ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. ഈ പത്രസമ്മേളനത്തിൽ 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന ആദ്യ ക്യാബിനറ്റ്, ആ ക്യാബിനറ്റ് കഴിഞ്ഞ് തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു. ഒന്നാമത്തെ തീരുമാനം, തൊട്ടു മുമ്പുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 6 മാസക്കാലത്തെല്ലാം അഴിമതിയായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ AK ബാലൻ അധ്യക്ഷനായിട്ടുള്ള ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി. 6 മാസത്തെ കാര്യം ആലോചിക്കാൻ വേണ്ടിയിട്ട് 10 വർഷം എടുത്തിട്ടും ഒരു അഴിമതി കണ്ടെത്തിയിട്ടില്ല. അത് വേറെ കാര്യം. അതായിരുന്നു ഒന്ന്. 2, വിഴിഞ്ഞം തുറമുഖ പദ്ധതി മുഴുവൻ അഴിമതിയാണ്. 6000 കോടിയുടെ അഴിമതിയാണ്. അത് അന്വേഷിക്കാൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ അധ്യക്ഷനായ ഒരു കമ്മീഷൻ. ഈ ഗവൺമെന്റ് അധികാരത്തിലേറിയിട്ട് ആദ്യ ക്യാബിനറ്റ് കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന തീരുമാനങ്ങൾ, ആശാ വർക്കർമാരുടെ ആനുകൂല്യം കൂട്ടും, അംഗനവാടിക്കാരുടെ ആനുകൂല്യം കൂട്ടും, സ്കൂൾ പാചക തൊഴിലാളികളുടെ സേട്ട് ഉണ്ടോ നോക്കണം, സേട്ടിനെ, സ്കൂൾ പാചക തൊഴിലാളികളുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കും, പ്രീ പ്രൈമറി ടീച്ചർമാരുടെ ആയമാരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കും, അംഗനവാടിയിൽ ഉള്ളവരുടെ ആനുകൂല്യം വർദ്ധിപ്പിക്കും. അപ്പം ഗവൺമെന്റിന് ഒരു ദിശയുണ്ട്. സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തെ ഉയർത്തുക എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആളുകൾക്ക് ഒരു സർക്കാർ മാറി എന്ന് തോന്നണം. ആ തോന്നൽ ആദ്യ ദിവസം തന്നെ ഉണ്ടാക്കാൻ കഴിയും. അല്ല, കൊല്ലത്ത് എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന നിലയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ വകുപ്പിന്റെ തീരുമാനവും കൂടി വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എൻ്റെ വകുപ്പിൽ നിന്നും കൊല്ലത്തിന് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയാൻ കഴിയില്ല. പൊതുവായി കൊല്ലം അഭിമുഖീകരിക്കുന്ന പൊതു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിലൊരു അടിസ്ഥാന പ്രശ്നം പരമ്പരാഗത തൊഴിൽ മേഖലയാണ്. S1D മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് കാരണം, 10 വർഷം കൊണ്ട് ആ മേഖല തകർത്ത് അതിന്റെ അവസാനത്തെ പോയിന്റിൽ പോയി നിൽക്കുകയാണ്. അതിലിനി എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.